ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ബൊഗെയിൻവില്ലയ്ക്ക് നമ്മൾ എന്തൊക്കെ കെയറിങ് കൊടുത്താൽ ഇനി വരുന്ന മാസങ്ങളിൽ നന്നായിട്ട് പൂ പിടിച്ച് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോഴും മിക്ക ബൊഗെയിൻവില്ലയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂത്ത് പിന്നെ ഈ മഴയൊക്കെ കൊണ്ട് വല്ലാണ്ട് നിൽക്കുമായിരിക്കും. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ബൊഗെയിൻവില്ലയും അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് പൂത്ത് കിട്ടും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനിയിപ്പം വലിയ മഴയൊന്നും അങ്ങോട്ട് ജൂൺ ജൂലൈയിലെ പോലെയുള്ള മഴകളൊന്നും വരാൻ സാധ്യതയില്ല. വൈകുന്നേരങ്ങളിലുള്ള മഴയേ വരാറുള്ളൂ. ഇത് ഇടയ്ക്ക് മഴ കൊണ്ട് കുറേ നാൾ വെളിയിലിരിക്കുകയായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഷെയ്ഡിലെടുത്ത് വെച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ഒരു വെറിയേറ്റഡ് വെറൈറ്റിയാണ്. ഒരു പിങ്കും വൈറ്റും ചേർന്ന ഒരു ഫ്ലവർ ഉള്ളതായിരുന്നു. കഴിഞ്ഞ വർഷം മേടിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ മണ്ണൊക്കെ അങ്ങ് തറഞ്ഞിരിക്കുമായിരിക്കും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നത് കൊണ്ട്. പിന്നെ കാര്യമായിട്ട് വെയിലും വല്ലപ്പോഴും അല്ലേ കിട്ടാറുള്ളായിരുന്നു. അത് കുത്തി ഇളക്കിയതിന് ശേഷം നമ്മൾ ആ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം മണ്ണിളക്കാൻ. ആ മണ്ണൊന്ന് മാറ്റണം. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ആ ചൂട്ടിൽ നിന്നുള്ള മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മൾ എല്ലുപൊടി, ഉണങ്ങിയ ചാണകപ്പൊടി, കോഴിവളം ഉണ്ടെങ്കിൽ അത്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെയുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ഇടാവുന്നതാണ്. ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം, പച്ചച്ചാണകം ഇടാനേ പാടില്ല. പിന്നെ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചെടി. അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ, എൻ്റെ കയ്യിലിപ്പം വേപ്പിൻ പിണ്ണാക്ക് ഒന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഉള്ളു. അത് ഞാനിട്ടു. കോഴിവളം നല്ലതാണ്, എൻ്റെ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ. അതിനുശേഷം 2 ചെടിക്ക് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഇത് പ്രൂൺ ചെയ്യുന്നതിന് ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പേ വേണം ഇങ്ങനെയൊക്കെ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ. അതിനുശേഷം ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ പ്ലാന്റ് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നവരുണ്ട്, അതൊരു കുറച്ച് നാളിന് മുമ്പേ കൂടെ ചെയ്യണമായിരുന്നു. ഞാൻ സോഫ്റ്റ് പ്രൂണിങ്ങേ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന് വലിയ കട്ടിയുള്ള സ്റ്റെമ്മൊന്നും അധികമായിട്ടില്ല, എല്ലാം വളരെ കനം കുറഞ്ഞ സ്റ്റെമ്മ്. ഈ 2 പ്ലാന്റ്സ് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചത്. അതുകൊണ്ട് വലിയ പ്രൂണിങ് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ഡാപ്പ്, ഇപ്പം കാണിച്ച അളവിൽ ഡാപ്പ് നമ്മൾ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കണം. ഏത് കെമിക്കൽ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ 3-4 ദിവസം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെയുള്ള 1.5 ആഴ്ച ഗ്യാപ്പിൽ നമ്മൾ ഗ്രീൻ കെയറും പൊട്ടാഷ് വളങ്ങളുമാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യമേ ഗ്രീൻ കെയർ കൊടുത്തതിന് ശേഷം പിന്നെ പൊട്ടാഷ് വെള്ളം ഓരോ 1.5 ആഴ്ച ഗ്യാപ്പിൽ കൊടുക്കേണ്ടതാണ്. ഈ ബ്രാൻഡിലുള്ള പൊട്ടാഷാണ് എനിക്ക് കിട്ടിയത്. ഇതൊരു വാട്ടർ സോല്യൂബിളായിട്ടുള്ള പൊട്ടാഷാണ്. ഇത് നന്നായിട്ട് ചെടി പൂക്കാൻ സഹായിക്കും. ഈ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കൊടുക്കേണ്ടതാണ് 2-3 ദിവസം. ഇതൊരു വെളുത്ത തരി പോലുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങളുടെ ബൊഗെയിൻവില്ല നന്നായിട്ട് പൂ പിടിച്ച് കിട്ടും.